കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് പ്രതിസന്ധിയിലേക്ക് ആയിരിക്കുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി 87ഓളം സഹോദരങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും കുറെ ആൾക്കാരെ കിട്ടാനുണ്ട്. അവരെ നമ്മുടെ സഹോദരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ കിട്ടട്ടെ, അവരെ സേഫായി തന്നെ കിട്ടട്ടെ. ഫാമിലിയിൽ ആരും നഷ്ടപ്പെടാതെ, ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി. ന്യൂസ് തുറന്നാൽ ഇപ്പം ഇത് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് വളരെ സങ്കടം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. കേരളത്തിൽ ജനിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനം അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നാട്ടിലാണെങ്കിലും നമ്മുടെ ഒരു ജീവന് ഇത്രയും റെസ്പെക്ട് വിലയും ഉണ്ടാവത്തേയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും ഇതുപോലെയായിരുന്നു. ഒറ്റ കൂട്ടുകെട്ടായിട്ടോ ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും സേഫ് ആക്കിയത്. ഞാൻ ജീവനുകൾ എന്തോരം നമ്മുടെ സേനയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ട് നമ്മളെ സാധാരണക്കാരെ രക്ഷിക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട് ആ ചേട്ടന്മാർ. അവർക്കൊരു ഹാൻഡ്സ് ഓഫ് തന്നെ ഇരിക്കും. മഴയുണ്ട്, ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. നമ്മളുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.